അദ്ദേഹത്തിൻ്റെ മുൻകാല ജീവിതത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ടാവണം. ജീവിതത്തിൽ അങ്ങേയറ്റത്തെ കഷ്ടപ്പാടുകളും പീഡനങ്ങളും സഹിച്ച ആളാണ് പിണറായി വിജയൻ. കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന സ്വന്തം അമ്മ, പുര നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്ന കുഞ്ഞിപ്പെങ്ങൾ, ഒരു പോള കണ്ണടയ്ക്കാനാവാതെ നിലയ്ക്കാത്ത വില്ലൻ, ചുമയുമായി അപ്പൻ. പഠിക്കുന്ന കാലത്ത് വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തിയതിന് സർ ചക്രവർത്തിയുടെ മോനെ ഇനി ഞാൻ കൊന്നുകളയും, നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? പിന്നീട് അദ്ദേഹം ലെനിൻ ഒരു വലിയ വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കുകയും ആ സർ ചക്രവർത്തിമാരെ ഒന്നൊന്നായിട്ട് എണ്ണം പറഞ്ഞ് വെടിവെച്ച് കൊല്ലുകയും ചെയ്തത്. അതുപോലെ തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള ആളാണ് പിണറായി വിജയൻ. പാവപ്പെട്ട ദാസ് പി ജോർജ് സാർ ചക്രവർത്തി അല്ലല്ലോ ശ്രീ കേട്ടോ. പിണറായി വിജയനെ ഞാൻ പരിചയപ്പെടുന്നത് അദ്ദേഹം വിദ്യാശക്തി മന്ത്രിയായിരുന്നപ്പോഴാണ്. എന്നെ ഇപ്പോഴും നോവിക്കുന്ന വേട്ടയാടുന്ന ഒരു കഥ അടിയന്തരാവസ്ഥ കാലത്ത് പോലീസുകാർ അദ്ദേഹത്തെ ഇടിച്ച കഥയാണ്. ഇതാ ഒരു നീണ്ട കഥ, നീണ്ട 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 കഥ. പിടിച്ചോ എന്തോ ഇത് ഒരു നീണ്ട കഥ. 2 പോലീസുകാർ അവരെ നിയോഗിക്കുകയാണ്. 2 പേര് വന്ന് ഈ മനുഷ്യനെ പിടിച്ചെണ്ണീപ്പിച്ച് നിർത്തിയിട്ട് ജയിലിലാണ്, ലോക്കപ്പിലാണ്, ഇടിക്കുകയാണ്. 2 പേര് ഇടിക്കുകയാണ്. ഇടിച്ചിട്ടെങ്കും കൊളപ്പുള്ളി അപ്പൻ എന്ത് തന്നു, അല്ലെങ്കിൽ എന്ത് വാഗ്ദാനം ചെയ്തു? ഇടിക്കുകയാണ്. 2 പേര് ഇടിക്കുകയാണ്. ഇടിച്ചിട്ടെങ്കും പിണറായി കുലുങ്ങുന്നില്ല. അപ്പോഴത്തേക്ക് അവർക്ക് ദേഷ്യമായി, ഞങ്ങൾ ഇടിച്ചിട്ടും വീഴുന്നില്ലേ, നീ എന്ത് തേങ്ങയാണ് പറയുന്നേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇടിച്ചിട്ടെങ്കും പിണറായി കുലുങ്ങുന്നില്ല. ഇടിച്ചിട്ടിച്ചിട്ട് അവരുടെ കൈ കുഴഞ്ഞു. അവര് മാറിയപ്പോഴത്തേക്ക് വേറെ 2 പോലീസുകാർ വരുന്നു. അദ്ദേഹത്തിനേറ്റ പീഡനത്തെക്കാൾ കൊടിയ പീഡനങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് പോലീസുകാർ പാവപ്പെട്ട പരാതിക്കാരെ ഏൽപ്പിക്കുന്നത്, അത്തരം പീഡനങ്ങൾക്ക് അവരെ വിധേയരാക്കുന്നത് നാം വിവരാവകാശ നിയമപ്രകാരം പുറത്തു വന്ന ദൃശ്യങ്ങളിലൂടെ കണ്ടതാണ്. ആ ദൃശ്യങ്ങൾ പുറത്തു വന്നു മാത്രമല്ല, അതിനൊക്കെ ഉത്തരവാദികളായ ആളുകളെ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പോലീസ് ഉന്നതർ, ഞാൻ മാത്രമല്ല, അവരെ ഇങ്ങനെ ആരും മുട്ടാറില്ല.